സുന്ദരനായിട്ടുണ്ടല്ലോ. ദാ. പോയിട്ട് വരട്ടെ. പോയി ഇന്റർവ്യൂ പാസ്സായിട്ട് വാ. ഇത്രയ്ക്ക് സ്മാർട്ടും സുന്ദരനുമായ മനോജിനെ ഇന്റർവ്യൂ ചെയ്താ ആരാ സെലക്ട് ചെയ്യാത്തത്? പോരാത്തതിന് മുഖത്തൊരു കൃത്രിമ വിനയം ഇങ്ങനെ തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുവല്ലേ. പോയിട്ട് വരാം. പോയിട്ടോ. നീ എങ്ങോട്ടാ? പ്രകാശേട്ടൻ നേരത്തെ ആണല്ലോ. കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? നിന്നോട് ആര് പറഞ്ഞു എന്റെ കമ്പനിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്? സുചിത്രയെടുത്ത് ഹരിതയോട് പറയുന്ന കേട്ടായിരുന്നു. എന്തോ സസ്പെൻഷനോ ഡിസ്മിസലിനോ അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ എന്താ അവസ്ഥ? അതൊക്കെ എപ്പോഴേ പരിഹരിച്ചു. എത്ര വലിയ പ്രതിസന്ധിയും മറികടക്കാനേ ഈ പ്രകാശിന് കഴിയുമെന്ന് നിനക്കറിയില്ലേ? അതുപോട്ടെ, നീ ഇതെങ്ങോട്ടാ? എക്സിക്യൂട്ടീവ് വേഷത്തിലാണോടാ വാർക്കപ്പണിക്ക് പോകുന്നത്? എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സില്ലേ പ്രകാശേട്ടാ? ഇപ്പൊ ഞാൻ പോകുന്നത് വാർക്കപ്പണിക്കല്ല, ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിനാ. കമ്പനിയിൽ ഇന്റർവ്യൂ? ഏത് കമ്പനിയില്? ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചെസ്റ്റ്മേറ്റ് ഇന്റർനാഷണൽ കമ്പനിയിലാ. 500ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചതില് 5 പേര് സെലക്ട് ആയിട്ടാ എന്നെ വിളിച്ചത്. ഒരുവിധ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ കിട്ടാതൊന്നും ഇരിക്കില്ല. പ്രകാശൻ അനുഗ്രഹം വേണം. എത്ര മണിക്ക് നിന്റെ ഇന്റർവ്യൂ? 10:30. ഓ, ഈ കമ്പനിയുടെ പേര് ഒന്നുകൂടി പറഞ്ഞേ. എന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടോന്ന് അറിയാനാ. അത് നിനക്ക് ഇന്റർവ്യൂവിന് ഒരു സഹായാവൂലോ. ചെസ്റ്റ്മേറ്റ് ഇന്റർനാഷണൽ ഫേസ് 2.